എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? സുഖമായി സന്തോഷത്തോടുകൂടി ഇരിക്കുക കേട്ടാ. അപ്പോൾ ഇന്നത്തെ വ്ലോഗിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു കേട്ടാ. അപ്പോൾ കുറേ നാളായി വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട് കേട്ടോ. RCMൽ ഞാൻ ജോയിൻ ചെയ്തു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് വ്ലോഗൊന്നും എടുക്കാനായിട്ട് സാധിക്കാറില്ല. അപ്പോൾ ഇന്നൊരു വ്ലോഗായിട്ട് വന്നതാട്ടോ. രാവിലെ തന്നെ ഇതാ നല്ല ചൂടുള്ള വെള്ളപ്പവും അതുപോലെ തന്നെ ഗ്രീൻ പീസ് കറിയാട്ടാ. അപ്പോൾ രുചികരമായ ഒരു ദിവസം മാത്രമല്ല, എല്ലാ അടുക്കളയിലും ആരോഗ്യ രഹസ്യവും ഇതാണ്. ഹെൽത്ത് ഗാർഡ് റൈസ് ബ്രെയിൻ ഓയിൽ കേട്ടോ. അതുപയോഗിച്ചാണ് ഞങ്ങൾ കൂടുതലും കുക്കിംഗ് ചെയ്യാറ് കേട്ടോ. ആരോഗ്യത്തിൻ്റെ രഹസ്യവും ഇത് തന്നെയാണ് കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി ഞാൻ വിവരങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാം. കൂടുതൽ ഗുണങ്ങൾ കേട്ടോ. അപ്പോൾ 13 തരം അസുഖം, അതായത് മുരി, വെരിക്കോസ്, പിന്നെ നമ്മുടെ വെള്ളപ്പാണ്ട്, സോറിയാസിസ്, കുറച്ച് ഭക്ഷണക്രമവും കുറച്ച് ജീവിതവും ശൈലിയും മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് കറിയാണ് സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു ചിക്കൻ കറിയുടെയും അതുപോലെ തന്നെ ബീഫ് കറിയൊക്കെ വയ്ക്കില്ലേ, അതേ മോഡലാട്ടോ ഞാൻ ഈ ഗ്രീൻ പീസ് കറി സെറ്റാക്കി എടുക്കുന്നത്. ഇതിന് മുന്നേ ഞാൻ ഈ വീഡിയോ സെറ്റ് ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. അത് കണ്ടാണ് ഞാൻ റെസിപ്പി ഫുള്ളായിട്ട് എടുക്കാഞ്ഞത് കേട്ടോ. നല്ല ചൂടുള്ള വെള്ളമാട്ടോ ഒഴിക്കുന്നത്. എന്ന് വെച്ചാൽ പെട്ടെന്നാവുമല്ലോ, പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക്. അപ്പോൾ പിള്ളേർക്ക് സ്കൂളിൽ പോകുമ്പോഴേക്കും നമുക്കിതൊന്ന് വേഗം അങ്ങോട്ട് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ പാകത്തിലുള്ള ചൂടുള്ള ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കുക്കർ നമുക്ക് അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. എൻ്റെ വോയിസ് ഓവർ ഇഷ്ടപ്പെടുന്നുണ്ടോ കൂട്ടുകാരെ? നമ്മുടെ ഗ്രീൻ പീസ് കറിയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ഈ ഗ്രീൻ പീസ് കറി സെറ്റാക്കി ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ലഞ്ച് ബോക്സ് സെറ്റാക്കി എടുക്കാം. ഇന്നും ചോറും കറിയും മീൻ ഫ്രൈ ഇതൊക്കെ ആട്ടോ മൂന്ന് കൊണ്ടുപോകാറ്. ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ, വെള്ളയപ്പവും ഗ്രീൻ പീസ് കറിയാണ് ഇന്ന് ലഞ്ച് ബോക്സിൽ സെറ്റാക്കി എടുക്കുന്നത് കേട്ടോ. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് അടിക്കാനൊന്നും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ അടിപൊളി രസകരമായ വ്ലോഗാണ്ടത്. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറി നമ്മുടെ ലഞ്ച് ബോക്സിൽ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളയപ്പം സെറ്റാക്കി, ഗ്രീൻ പീസ് കറിയൊക്കെ സെറ്റാക്കി, അങ്ങനെ പിള്ളേഴ്സൊക്കെ പോയിട്ടോ. ഇനി നമുക്ക് അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ മീൻകറി സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രൈ ചെയ്യാനായിട്ട് മുളക് പറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പലിഞ്ഞീന് കണ്ടില്ലേ, ഫ്രൈ ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് നമുക്ക് കുറേ പലിഞ്ഞീൻ കിട്ടിയിട്ടാ. അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ ഹാപ്പിയാണ് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് മീൻകറി സെറ്റാക്കി എടുക്കാം കേട്ടോ. ഉച്ചക്കത്തെ ലഞ്ച് നമുക്ക് വളരെ ടേസ്റ്റി ആയിരിക്കും, അത് 100% ഉറപ്പാണ്. എന്താ വെച്ചാൽ ഇതൊക്കെ കുക്കിംഗ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഹെൽത്ത് ഗാർഡ് റൈസ് ബ്രെയിൻ ഓയിൽ കേട്ടോ. അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റിയായ അടിപൊളി മീൻകറിയായിട്ട് സെറ്റാക്കി എടുക്കുന്നത് നാടൻ മുളകാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലുണ്ടായതാട്ടോ. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് സെറ്റാക്കി എടുക്കണ്ടേ. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുള്ളത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേഗം കുക്കിംഗ് കഴിയല്ലോ. അപ്പോൾ നമ്മുടെ കുടംപുളി വെള്ളത്തിലിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറയാറില്ല, നല്ല രീതിയിലൊന്ന് കഴുകി നല്ല ചൂടുവെള്ളത്തിലിടാം. എന്നിട്ട് നല്ല രീതിയിൽ കുതിർന്ന ശേഷം വേണം കറിയിലേക്ക് എടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ചേർത്തുങ്ങായിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി മറിക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തിളച്ച് മറിയാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായിട്ടോ. നമ്മുടെ കുടംപുളിയുടെ പുളിയൊക്കെ നല്ല രീതിയിൽ ചാറിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് വേഗം തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചാള അതിൻ്റെ ഇട്ടെടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, ഫ്രഷാണ് കേട്ടോ. ഞങ്ങൾക്ക് കടപ്പുറത്ത് നിന്ന് കിട്ടുന്ന കേട്ടോ. എപ്പോഴും ഞങ്ങൾക്ക് കടപ്പുറത്ത് നിന്നാട്ടോ മീൻ കിട്ടാറ്. ആ കടപ്പുറത്തേക്ക് ഞങ്ങളുടെ വീട്ടിലെ അടുത്തുള്ള ഒരു കാക്ക പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദിവസവും ഞങ്ങൾക്ക് ഫ്രഷായുള്ള മീനുകൾ കൊണ്ടുവന്ന് അതുകൊണ്ട് തന്നെ വളരെ രുചികരമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്യണം കേട്ടോ. മുളക് പറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും ഫ്രൈ ചെയ്യുന്നത് നമ്മുടെ ഹെൽത്ത് ഗാർഡ് റൈസ് ബ്രെയിൻ ഓയിൽ ഉപയോഗിച്ചാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഏത് വറവ് സാധനങ്ങളായാലും ഞാൻ വറുക്കുന്നത് ഈ ബ്രാൻഡ്, അത് ഹെൽത്ത് ഗാർഡ് റൈസ് ബ്രെയിൻ ഓയിൽ ഉപയോഗിച്ചിട്ടാട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറി സെറ്റായിട്ടുണ്ട്. മീനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ പലഞ്ഞയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിള്ളേഴ്സിന് ഇന്നൊരു പെരുന്നാൾ വന്നതുപോലെ ആയിരിക്കും കേട്ടോ. അത്രയും പലഞ്ഞയും കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ അങ്ങോട്ട് സെറ്റാക്കി എടുത്ത് ഊണൊക്കെ കഴിക്കണ്ടേ.
അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെക്കണം. അപ്പോൾ മീനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിൽ നിന്ന് തോളിച്ചെടുക്കണം. അപ്പോൾ അതാ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിലാട്ടോ തോളിക്കുന്നത് ഏറ്റവും നമ്മുടെ ഈ മീൻ കറിക്ക് രസകരം. അപ്പോൾ നമുക്കത് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് തോളിച്ചെടുക്കാം. അപ്പം ചെറുള്ളി നല്ല രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വളരെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ചെറുള്ളി എത്രമാത്രം ചേർക്കുന്നോ അത്രയും നമ്മുടെ ഈ കറി ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നല്ല രീതിയിൽ മൂത്ത് വന്നപ്പോൾ നമ്മളതിലേക്ക് നമ്മുടെ ഈ മീൻ കറിയിൽ നിന്ന് തവി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് ചുറ്റിച്ചെടുത്ത് നമ്മൾ തീ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് തോളിച്ചത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റിലാണ് നമ്മുടെ പനിഞ്ഞീൻ ചാള കറി സെറ്റായി വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഈ മീൻ കറി? ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഇപ്പോഴത്തെ ഒരു കമൻ്റ് അങ്ങോട്ട് കേട്ടെ. അതിന് ശേഷം ഞാൻ വേറൊരു കൂട്ടം കാണിച്ചു തരാം. ഇതിൻ്റെ നമ്മുടെ ആർസെയിമിൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ കേട്ടോ. ഇത് നമുക്ക് ഷുഗറുകാർക്ക് ഉപയോഗിക്കുന്ന ഒരു അരിയാണ്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അരമണിക്കൂറോളം കുതിർത്താനിട്ടോ, എന്നാലാണ് അത് വേവുള്ളൂ കേട്ടോ. വേവ് കൂടുതലുള്ള അരിയാണേ. അപ്പോൾ നമുക്ക് അരമണിക്കൂറോളം ഇങ്ങോട്ട് കുതിർത്താനിട്ട ശേഷം വേണം അതൊന്ന് കുക്കിംഗ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ഷുഗർ നോർമലായിരിക്കും കേട്ടോ ഈ അരി ഉപയോഗിച്ച് കുക്കിംഗ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പം ഞാൻ ഊണ് കഴിക്കാനാണ് പോകുന്നത്. നിങ്ങൾ ഊണ് കഴിച്ചാൽ ഇല്ലെങ്കിൽ ഓടി വായോ കേട്ടോ. അപ്പോൾ അടിപൊളി മത്തിക്കറിയുണ്ട്, മീൻ ഫ്രൈ ഉണ്ട്, പനിഞ്ഞീൻ ഫ്രൈ ഉണ്ട്. അടിപൊളി ലഞ്ചാണ്. അപ്പോൾ ഒരു കൂട്ടുകാരെ ഊണ് കഴിച്ചിട്ടില്ലെങ്കിൽ ഓടി വായോ. അങ്ങനെ ഊണ് കഴിച്ച ശേഷം പിന്നെ ഞാൻ വീഡിയോസ് എടുത്തത് പിള്ളേഴ്സ് വന്ന ശേഷം കേട്ടോ. കുട്ടികളുടെ ആരോഗ്യത്തിന് നമ്മളെപ്പോഴും ന്യൂട്രൽ ചാർജ് കിഡ്സ് ആട്ടോ നല്ലത്. കുട്ടികളുടെ ബുദ്ധിവികാസത്തിനും ഓർമ്മശക്തിക്കും അതുപോലെ തന്നെ വളർച്ചയ്ക്കും നല്ലതാട്ടോ ഇത്. അപ്പോൾ ഞാൻ ദിവസവും പിള്ളേഴ്സിന് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂൾ വിട്ട് വന്ന സമയം താട്ടോ ഞാൻ എപ്പോഴും കൊടുക്കാറ്. അപ്പോൾ അതങ്ങോട്ട് കുടിച്ചിട്ട് മദ്രസയിലേക്ക് പോകട്ടോ. അപ്പോൾ ഇതാ മാംഗോ ഫ്ലേവറാണ് കലക്കി കൊടുക്കുന്നത്. ചോക്ലേറ്റിൻ്റെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചില സമയത്ത് പിള്ളേഴ്സ് പറയും എനിക്ക് ചോക്ലേറ്റ് മതിയെന്ന്, ചിലപ്പോൾ പറയും മാംഗോൻ്റെ ഫ്ലേവർ മതിയെന്ന് കേട്ടോ. രണ്ടാൾക്കും രണ്ട് ഐറ്റവും ഇഷ്ടമാണ്. അങ്ങനത്തെ മോൾക്ക് കൊടുത്തിട്ടുണ്ട്. കലണ്ടറിലെ താളുകൾ മറിഞ്ഞു ലോകകപ്പിലെ വിസിൽ മുഴക്കങ്ങളും കളിയിരുമ്പുകളും ഒടുങ്ങി ലോകം പഴയ തിരക്കിലേക്ക് തിരിച്ചു പോയി. പക്ഷേ നമ്മുടെ നാട്ടിലെ ഈ കൊച്ചു കൂട്ടുകാരുടെ മനസ്സിൽ മാത്രം ആവേശം ഇപ്പോഴും തീ പോലെ എരിയുന്നുണ്ട് കേട്ടോ. കാരണം അവർക്ക് ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഒരു മാസം കൊണ്ട് തീരുന്ന വെറുമൊരു ടൂർണമെൻ്റ് അല്ല കേട്ടോ. അത് നെഞ്ചോട് ചേർത്ത് വെച്ച് സ്വപ്നമാട്ടത് മെസ്സിയുടെയും റൊണാൾഡോയും. അതേപോലെ തന്നെ അവർക്ക് വലിയ പ്രചോദനങ്ങളാണ്. മൈതാനത്തിലെ ഫ്ലെക്സുകൾ പഴകിയേക്കാം, പക്ഷേ ഈ പിഞ്ചു മനസ്സുകളിലെ തളിരിട്ട കളിയോടുള്ള പ്രണയത്തിന് ഒരു കാലത്തും തിളക്കം കുറയില്ല മക്കളെ. നാളത്തെ വലിയൊരു കളിക്കാരനാവാൻ കൊതിക്കുന്ന ഈ കൊച്ചു മനസ്സുകളുടെ വലിയ സ്വപ്നങ്ങൾക്ക് 1000 ആശംസകൾ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വരാം. ബൈ.